ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഫസ്റ്റ് ടോപ്പിക്ക് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് MCQs ആണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് കുറച്ച് നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ, ഒക്ടൽ, അങ്ങനെ നമ്പർ സിസ്റ്റംസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കൺവേർഷൻസ് അറിഞ്ഞിരിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ അത് തന്നെയാണ് വെച്ചിരിക്കുന്നത്, കൺവേർഷനാണ്. ക്വസ്റ്റ്യൻ നോക്കാം. Convert the following binary number to octal, decimal and hexadecimal format. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ 3 കൺവേർഷൻസ് എഴുതിയിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാനും വേണ്ടിയിട്ട് ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബൈനറി നമ്പറാണ് തന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് ആദ്യം ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം, ദെൻ ഡെസിമൽ, ദെൻ ഹെക്സാഡെസിമൽ ഫോർമാറ്റ്. അപ്പോൾ നമുക്ക് ഈ ബൈനറിയിൽ നിന്ന് എങ്ങനെയാണ് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്ടൽ മീൻസ് 8 അല്ലേ, 8. സോ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആയിട്ട് എടുക്കുക. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. സോ 8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 2 ക്യൂബാണ് 8 എന്ന് പറയുന്നത് അല്ലേ. 2ൻ്റെ ക്യൂബാണല്ലോ 8 എന്ന് പറയുന്നത്. കണക്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി പറയുകയാണ്, 2ൻ്റെ ക്യൂബാണ് 8. അപ്പോൾ നമ്മൾ നോക്കാം, 8 ആക്കാനായിട്ട് 2ൻ്റെ ക്യൂബ് വേണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മുടെ കയ്യിലുള്ള ബൈനറി നമ്പേഴ്സിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 എണ്ണമായിട്ടുള്ള ഓരോരോ സെറ്റ് ആക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബൈനറി നമ്പർ ഏതാണ്? 1 1 1 0 1 1 1 0 1 എന്നുള്ളതാണ്. അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 എണ്ണമുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കുക. ഇത് 3 എണ്ണം ഒരു ഗ്രൂപ്പ് ആക്കുക, ഈ 3 എണ്ണം ഒരു ഗ്രൂപ്പ് ആക്കുക, ഇത് 3 എണ്ണം ഒരു ഗ്രൂപ്പ് ആക്കുക. ഇത്ര തന്നെ ഉള്ളൂ അല്ലേ. എന്നിട്ട് ഇതിനെ നമ്മൾ ദെൻ ബൈനറി ടു ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. 101 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 5 ആണ് അല്ലേ, 5 ആണ്. 011 എന്ന് പറഞ്ഞാൽ 3 ആണ്. 111 എന്ന് പറഞ്ഞാൽ 7 ആണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, ബൈനറി ടു ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ അടുത്തതുണ്ടല്ലോ. സോ ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ ഒക്ടലിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 735 എന്നതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇനി നമുക്ക് ഡെസിമലിലേക്ക് മാറ്റാം. ഡെസിമലിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത്? ഒരു ബൈനറി നമ്പർ തന്നു കഴിഞ്ഞാൽ ബൈനറി നമ്പർ നമുക്കറിയാം 0യും 1ഉം മാത്രമാണ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈനറി നമ്പർ എന്ന് പറയും. പിന്നെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ പൊസിഷൻ വാല്യൂ കൂടെ ആഡ് ചെയ്യണം. പൊസിഷൻ വാല്യൂ എങ്ങനെയാണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2⁻0 ആണ്. ഇത് 2⁻1 ആകും, ഇത് 2 സ്ക്വയർ, ഇത് 2 ക്യൂബ്, 2⁻4, 2⁻5, 2⁻6, 2⁻7, 2⁻8. 2⁻0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. 2⁻1 ഈസ് 2. 2 സ്ക്വയർ ഈസ് 4, 2 ക്യൂബ് ഈസ് 8. ഇനി 2 മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. ദെൻ 16, ദെൻ 32, ദെൻ 64, 128 ആയി, 256 ആയി. സോ എന്നിട്ട് എന്താണ്, 1 ഇൻറ്റു 256 എന്നാണ് ഇതിൻ്റെ മീനിങ്. അതുപോലെ തന്നെ 1 ഇൻറ്റു 128, 1 ഇൻറ്റു 64. 0 ഉള്ള ടൈംസ് വരത്തില്ലല്ലോ. 0 ഇൻറ്റു 32 മീൻസ് 0 ആണ്. ദെൻ 1 ഇൻറ്റു 16, 1 ഇൻറ്റു 8, 1 ഇൻറ്റു 4, 0 ഇൻറ്റു 2 എന്താകും? 0 ആയിപ്പോവും, ലാസ്റ്റിൽ 1. അപ്പോൾ ഇത്രയും നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുക. 256 പ്ലസ് 128 പ്ലസ് 64 പ്ലസ് 16 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 1 ആഡ് ചെയ്യുക. നിങ്ങൾക്ക് 477 എന്ന് കിട്ടും. സോ നമ്മൾ ഈ ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റിയപ്പോൾ ആൻസർ 477 എന്നുള്ളതാണ്. അടുത്ത എന്താണ്, ഈ ബൈനറി നമ്പറിനെ നമ്മൾ ഹെക്സിലേക്ക് മാറ്റുകയാണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒക്ടൽ പോലെ തന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ഹെക്സാഡെസിമൽ 16 ആണ്. അപ്പോൾ 2⁴ എന്ന് പറയുന്നതല്ലേ 16 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നോക്കുക. 2⁴. 2ൻ്റെ പവർ എന്താണ്? 4 ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ബൈനറി നമ്പേഴ്സിനെ 4 എണ്ണമായിട്ടുള്ള ഗ്രൂപ്പായിട്ട് തിരിക്കണം, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് കേട്ടോ. അത് ആലോചിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ബൈനറി നമ്പറിൽ നമ്മൾ എഴുതുകയാണ് 0 1 1 1 0 1. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 4 എണ്ണമുള്ള ഗ്രൂപ്പായിട്ട് തിരിക്കുക. ഈ 4 എണ്ണം ഒരു ഗ്രൂപ്പ് ആക്കുക, അടുത്ത 4 എണ്ണം ഒരു ഗ്രൂപ്പ് ആക്കുക, അടുത്തതിൻ്റെ കൂടെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി 3 സീറോസും കൂടിയിട്ട് അത് 4 എണ്ണമുള്ള ഒരു ഗ്രൂപ്പ് ആക്കുക. ദെൻ ഇതിനെ കൺവേർട്ട് ചെയ്യുക. ഹെക്സാഡെസിമൽ സിസ്റ്റം നമുക്ക് അറിയാം, ഹെക്സാഡെസിമലിനകത്ത് നമ്പേഴ്സ് മാത്രമല്ല ലെറ്റേഴ്സും ഉണ്ട്. 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും ദെൻ 10 എന്നുള്ളതിന് പകരം A എന്നുള്ള ലെറ്ററും കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. 11 എന്ന് പറഞ്ഞാൽ B ആണ്, 12 എന്ന് പറഞ്ഞാൽ C ആണ്, 13 എന്ന് പറഞ്ഞാൽ D ആണ്, 14 E ആണ്, 15 എന്ന് പറയുമ്പം F ആണ്. ഓക്കെ, ABCDEF അങ്ങനെയാണ് നമ്മൾ ഹെക്സാഡെസിമലിൽ 0 മുതൽ 15 വരെയുള്ള 16 അക്കങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്പേഴ്സും ലെറ്റേഴ്സും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ നോക്കാം, 1101 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നോക്കാം.
ഇതിൻ്റെ പൊസിഷൻ നമ്പർ എത്രയാണ് നമ്മൾ പഠിച്ചു? ഇപ്പോൾ 1 ആണ്, ഇത് 2, ഇത് 4, ഇത് 8 എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കാം. 1 ഉള്ളത് മാത്രം ആഡ് ചെയ്യുക. 8 + 4 + 1 ഇത് എത്രയാണ്? ഇത് 13 എന്ന് പറഞ്ഞ നമ്പറാണ്. 13നെ നമ്മൾ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? D ആണ്. എഗെയിൻ 1101 ഇതും 13 ആണ്, അതായത് D ആണ്. ഇതെന്താണ്? 0001 is 1. സോ ഈ ബൈനറി നമ്പറിനെ ഹെക്സിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 1DD60. ഓക്കെ. സോ ഒരു ബൈനറി നമ്പർ ഒക്ടലിലേക്കും ഡെസിമലിലേക്കും ഹെക്സാഡെസിമലിലേക്കും കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ഒക്ടൽ നമ്പർ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ബൈനറിയിലേക്കും ഡെസിമലിലേക്കും ഹെക്സാഡെസിമലിലേക്കും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ബൈനറീനെ ഒക്ടലിലേക്ക് ആക്കാനിട്ട് ഒക്ടൽ എളുപ്പമാണ്. എന്താണ്? നമുക്കിപ്പോൾ ഒക്ടലാണ് തന്നിട്ടുള്ളത്. ഒക്ടലിനെ നമ്മൾ ബൈനറിയിലേക്ക് മാറ്റുകയാണ്. ഒക്ടലിനെ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ തന്നിട്ടുള്ള നമ്പേഴ്സിൻ്റെ നേരെ ബൈനറി ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 100. 4 ഒക്ടൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും 3 ആണ് അല്ലേ? 8 ആണ് ബേസ് എന്ന് പറയുന്നത്, അതൊരു 2 ക്യൂബാണ്. 3 എണ്ണം ഉള്ള രീതിയിൽ മാറ്റി എഴുതിയാൽ മതി. 3 സെറ്റായിട്ട്. അപ്പോൾ 4ന് നമുക്ക് 100 എന്ന് എഴുതാം. 5 മീൻസ് 101 ആണ്. 7 മീൻസ് 111 ആണ്. അതായത് ഓരോ ഡിജിറ്റ്സും അങ്ങനെ തന്നെ ബൈനറിലേക്ക് കോഡ് ചെയ്യുക, അത്ര തന്നെ. ദെൻ 3 എന്ന് പറയുമ്പം 011 ആണ്. ലെഫ്റ്റ് സൈഡ് 0 ആയാൽ അതിന് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് 11 എന്ന് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഡെസിമലിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഡെസിമൽ ഒക്ടലിൻ്റെ ബേസ് എന്താണ്? 8 ആണ് അല്ലേ? സോ നമുക്ക് ഈ തന്നിട്ടുള്ള 3754 എന്നുള്ള നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ബേസ് 8 ആണ്. 8 raised to 0, 8 raised to 1, 8 raised to 2, 8 raised to 3 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3 × 8 ക്യൂബ് പ്ലസ് 7 × 8 സ്ക്വയർ പ്ലസ് 5 × 8 പ്ലസ് 4 × 8 raised to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ. ഇത് ആഡ് ചെയ്യണം. 8 ക്യൂബ് × 3 ചെയ്യുക, 7 × 8 സ്ക്വയർ ചെയ്യുക, 5 × 8 ചെയ്യുക, ദെൻ 4 × 1 ചെയ്യുക, ആഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ആൻസർ 2028 എന്ന് കിട്ടും. ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. സോ ദെൻ ഫൈനൽ ടു ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഹെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 raised to 4 ആണ്. 16 4 ആയിട്ടുള്ള സെറ്റായിട്ട് എഴുതണം അല്ലേ? 4 ആയിട്ടുള്ള സെറ്റായിട്ട് എഴുതണം. നമ്മളിപ്പോൾ ഓൾറെഡി ബൈനറിയിലേക്ക് മാറ്റിയല്ലോ. അതിനെ ബൈനറിയിലേക്ക് മാറ്റി. ആ ബൈനറി ഇങ്ങോട്ട് എടുക്കാം. ആ ബൈനറി നമ്പർ എടുക്കാം. 11111 101100. ഓക്കെ അല്ലേ? എന്നിട്ട് ഇതിനെ എന്താണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 4 എണ്ണമുള്ള ഗ്രൂപ്പ് ആക്കുക. ഓക്കെ. ഇവിടെ ഒരു 4 എണ്ണത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരു 0 ഇട്ട് 4 ആക്കുക. ദെൻ ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുമ്പോൾ 9നെക്കാട്ടി മേളിൽ 10 തൊട്ട് അങ്ങോട്ടാണെങ്കിൽ നമ്മൾ ABCD എന്ന് എഴുതുക. സോ 1100 എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക? 8 4 2 1. 1100 എന്ന് പറയുന്നത് 12 ആണ്. 8 + 4 12 ആണ്. 12നെ നമ്മൾ ഹെക്സിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? C ആണ്. ദെൻ 1101 1110 അതായത് 8421 ആഡ് ചെയ്തു. 8 + 4 + 2 നമുക്ക് എത്ര കിട്ടും? 14 കിട്ടും അല്ലേ? 14നെ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് E എന്നാണ്. ഹെക്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് E ആണ്. 111 എന്താണ്? 11 നമുക്കറിയാം 7 ആണ് അല്ലേ? 7 ആണ്. ഇത് 4 ആണ്, ഇത് 2 ആണ്, 1 ആണ്. സോ ഇത് 7 ആണ്. 7നെ അങ്ങനെ തന്നെ 0 മുതൽ 9 വരെ ഡിജിറ്റ്സ് ആയിട്ടും പിന്നെ അടുത്തത് അല്ലേ 10 to 15 നമ്മൾ ലെറ്റേഴ്സ് ആയിട്ടുമാണ് ഹെക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 7EC എന്ന് കിട്ടും. Third question, convert the following decimal number to binary, octal and hexadecimal. ഇപ്പോൾ ഡെസിമൽ ടു കൺവേർഷൻ ആണ്. എല്ലാ കൺവേർഷനും നമ്മളുണ്ട് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരു ഡെസിമൽ നമ്പർ തന്നാൽ അതിനെ ബൈനറിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? സിംപ്ലി ഡിവൈഡ് ചെയ്യുക. സോ 3479നെ ബൈനറിയിലേക്ക് മാറ്റാനായിട്ട് സിംപ്ലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 434 വരും. ഇത് ഓഡ് നമ്പറാണ്. സോ നമുക്കൊരു റിമൈൻഡർ വരുന്നുണ്ട് 1. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 3479 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതായത് ഹാഫ് എടുക്കുന്നു, ഹാഫ്. സോ ഇത് എത്ര കിട്ടും? 1739 എന്ന് കിട്ടും. റിമൈൻഡർ 1 ഉണ്ട്. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എവിടം വരെ? ലാസ്റ്റ് ഒരു 1 വരുന്നിടം വരെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. 869
ഒരു റിമൈൻഡർ 1 ഉണ്ട്. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 434, റിമൈൻഡർ 1 ഉണ്ട്. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 434 ഈവൻ നമ്പർ ആണ്. സോ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഒരു കോഷ്യൻ്റ് കിട്ടും, റിമൈൻഡർ ഇല്ല, ദാറ്റ് മീൻസ് 0. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 108, റിമൈൻഡർ ഈസ് 1. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 54, റിമൈൻഡർ ഈസ് 0 ബിക്കോസ് ഈവൻ ആണ്. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 27, റിമൈൻഡർ ഈസ് 0. ഡിവൈഡഡ് ബൈ 2, ആൻസർ 13, റിമൈൻഡർ 1. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 6, റിമൈൻഡർ 1. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 3, റിമൈൻഡർ 0. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 1, റിമൈൻഡർ ഈസ് ഓൾസോ 1. കണ്ടോ, ലാസ്റ്റ് 1 ആവുന്നതിന് വരെ നിർത്തുക. എന്നിട്ട് എങ്ങനെ എഴുതണം? താഴേന്ന് മേളിലേക്ക് എഴുതുക, താഴേന്ന് മേളിലേക്ക് എഴുതുക. അപ്പോൾ നമുക്ക് 3479 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ ബൈനറി ആയി. എങ്ങനെയാണ് താഴേന്ന് മേളിലേക്ക് എഴുതുക? 110 1100 10111. ഓക്കെ, സോ ഈ ഈ ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി നമുക്ക് കിട്ടി. ജസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡേഴ്സ് നമ്മൾ താഴേന്ന് മേളിലേക്ക് എഴുതുക. ഇനി ഇത് ഒക്ടലിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ടു ഒക്ടൽ. ഒക്ടലിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 8 അല്ലായിരുന്നോ? ഇതേ പ്രോസസ് തന്നെ. ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒക്ടലിൻ്റെ ബേസ് 8 ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോഷ്യൻ്റ് ആൻസർ നമ്മൾ താഴെ എഴുതുക. റിമൈൻഡർ കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ബൈനറി എഴുതിയ പോലെ തന്നെ റൈറ്റ് സൈഡിൽ എഴുതുക. എഗെയിൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 54 വരും. റിമൈൻഡർ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുക. ദെൻ എഗെയിൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 6. അപ്പോൾ 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് ആകുന്നിടം വരെ ഈ പ്രോസസ്സ്, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് വരുന്നിടം വരെ, 8നേക്കാട്ടി ചെറിയ നമ്പർ ആവുന്നിടം വരെ ഈ പ്രോസസ്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വരും? റിമൈൻഡർ 6 വരും. ദെൻ എഗെയിൻ എങ്ങനെ എഴുതണം? താഴെ നിന്ന് മുകളിലേക്ക് വേണം ആൻസർ എഴുതാൻ. 6627 എന്ന് പറയുന്നതാണ് 3479 എന്ന് പറയുന്ന നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എഗെയിൻ ടു ഹെക്സ്, ഇതേ പ്രോസസ്സ് തന്നെ. ഹെക്സ് എന്ന് പറയുന്നത് ബേസ് 16 ആയതുകൊണ്ട് തന്നെ 3479 16 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ ആൻസർ 217, റിമൈൻഡർ 7 കിട്ടും. എഗെയിൻ 16 കൊണ്ട് ചെയ്യുക. 16നെക്കാട്ടി താഴെ ചെറിയ നമ്പർ ആകുന്നതിന് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. സോ 13, റിമൈൻഡർ 9. കണ്ടോ, അപ്പോൾ അവിടെ വെച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിന് താഴേന്ന് മുകളിലേക്ക് എഴുതുക. 13നെ നമ്മൾ എക്സിൽ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. 9നെ 9 തന്നെയാണ്, 7നെ 7 തന്നെയാണ്. സോ D97 എന്നുള്ളതാണ് ഈ ഡെസിമൽ നമ്പേഴ്സ്. 3479 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ ഹെക്സാ ഡെസിമൽ കൺവേർഷൻ. ഓക്കെ അല്ലേ? എല്ലാ കൺവേർഷനും കണ്ട ഒരു ക്വസ്റ്റിനെ തന്നെ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. കൺവേർട്ട് ദ ഫോളോയിങ് ഹെക്സാഡെസിമൽ നമ്പർ ടു ബൈനറി, ഒക്ടൽ ആൻഡ് ഡെസിമൽ ഫോർമാറ്റ്. അപ്പോൾ ഫൈനൽ കൺവേർഷൻ ആണ്. ഹെക്സിനെ ബാക്കി 3ലേക്കും കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ടു ബൈനറി ആക്കുകയാണ്. ബൈനറി ആക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ ഓരോ ഡിജിറ്റ്സിൻ്റെയും 4 ഡിജിറ്റായിട്ട്, ഹെക്സിൽ നിന്നാണ് പോകുന്നത്, 4 ഡിജിറ്റായിട്ട് മാറ്റി എഴുതിയാൽ മതി. സോ 2നെ നമുക്കറിയാം, 2 എന്ന് പറഞ്ഞാൽ 10 ആണ്, അത് നമുക്കറിയാം. 4 ഡിജിറ്റായിട്ട് എഴുതണം, 0010. ബി എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതണം? ബി എന്ന് പറയുമ്പോൾ എന്താണ്? 12 ആണ്. 12 എന്ന് പറയുമ്പോൾ A is 10, sorry, B is 11. 11 എന്ന് പറയുമ്പോൾ നമുക്ക് 8421 അറിയാം. B എന്ന് പറയുമ്പോൾ 81 ആക്കുക, 40 ആണ്, 21 ആക്കുക, 1011 എന്ന് പറയുന്നതാണ്. 1011 എന്ന് പറയുന്നതാണ് ബി. എഫ് എന്ന് പറയുമ്പോൾ 1111 വരും. ദെൻ 4 എന്ന് പറയുമ്പോൾ 0100 ആണ്. ലെഫ്റ്റ് സൈഡിൽ 0, ലാസ്റ്റ് നമ്പറിന് മുന്നേ 0 ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതണം എന്നില്ല, 100 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സോ ഓരോ നമ്മുടെ ഡെസിമലിലേക്കുള്ള ഓരോ നമ്പറിൻ്റെയും 4 ബിറ്റ് ആയിട്ടുള്ള ബൈനറി എഴുതിയാൽ മതി, ഹെക്സ് ടു ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഇനി ഒക്ടലിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഒക്ടലിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ 3 എണ്ണമുള്ള ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഈ ബൈനറി അങ്ങനെ തന്നെ എഴുതുക. 100 1111 ദെൻ 1011 0010. സോ നമുക്ക് ഒക്ടലിലേക്ക് മാറ്റാനായിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 എണ്ണമുള്ള ഗ്രൂപ്പ് ആക്കുക. ഒക്ടൽ എപ്പോഴും 3 എണ്ണമുള്ള ഗ്രൂപ്പാണെന്ന് ആലോചിക്കുക. ദെൻ ഇതിനെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റുക. 010 is 2, 110 is 6, again 110 is 6, 111 is 7, 100 is 4. സോ 47662 എന്ന് പറയുന്നതാണ് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
എഗെയിൻ ഏതിലേക്കാണ് അടുത്തത്? ആൻഡ് ഡെസിമൽ ആണ്. ഡെസിമൽ ഫോർമാറ്റ് ആണ് ഡെസിമൽ. ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് ബൈനറി നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. ബൈനറിയുടെ ഡെസിമൽ ആക്കാൻ നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പം നമുക്ക് എന്ത് വേണം? ഇതെല്ലാം ഇത് ഇവിടെ 2⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2⁻1 2⁻2 ഇങ്ങനെ അറ്റ വരെ പോകണം, വലിയ നമ്പർ ആവും. അതും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹെക്സിലേക്ക് മാറ്റിയല്ലോ. ഹെക്സിലേക്ക് മാറ്റിയ എന്താണ്? 47662 എന്നുള്ള നമ്പറല്ലേ നിങ്ങൾക്ക് ഹെക്സിലേക്ക് മാറ്റിയത്. അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മാറ്റി നിങ്ങൾ ഹെക്സ് നമ്പറാണ് നമ്മുടെ കയ്യിലുള്ളത്. 4FB2 എന്ന് പറയുന്ന ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ് നമ്മുടെ കയ്യിലുള്ളത്. 4 എന്ന് പറഞ്ഞാൽ 4 തന്നെ. F എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 15 ആണ്. B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 11 ആണ്. 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ. ഇതൊരു ഹെക്സാഡെസിമൽ നമ്പർ ആയിരുന്നല്ലോ. ഹെക്സാഡെസിമലിൻ്റെ ബേസ് 16 അല്ലേ. സോ എന്ത് ചെയ്യണം? 2വിനെ നമ്മൾ 16⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 16⁻1, ഇത് 16⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 16³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ ആവും എങ്ങനെ? 4 × 16³ പ്ലസ് 15 × 16 സ്ക്വയർ പ്ലസ് 11 × 16 പ്ലസ് 2 × 16⁻0. ദാറ്റ് മീൻസ് 1. സോ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്താണ് കിട്ടുക എന്ന് ചെക്ക് ചെയ്യണം. 20402 എന്ന് കിട്ടും. സോ ഡെസിമൽ കൺവേർഷൻ ആയി. സോ ഹെക്സാഡെസിമൽ ടു ബൈനറി, അത് പിന്നെ ഒക്ടലിലാക്കാൻ എളുപ്പമാണ്. 3 ഉള്ള ഗ്രൂപ്പ് ആക്കിയാൽ മതി. ദെൻ ഡെസിമലിലേക്ക് മാറ്റാനായിട്ട് ആ ഹെക്സിൻ്റെ കൂടെ, ആ ഹെക്സ് നമ്പേഴ്സിൻ്റെ കൂടെ അതിൻ്റെ പൊസിഷൻ വാല്യൂ, അതായത് 16 ആണ് ബേസ്. 16⁻0 16⁻1 16⁻2 16⁻³ ഈ രീതിയിൽ അതിന് പൊസിഷൻ വാല്യൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, മൊത്തത്തിൽ ആഡ് ചെയ്യുക, ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 4 കൺവേർഷനുമായി. ഒക്ടൽ, ബൈനറി, ഹെക്സ്, ദെൻ ഡെസിമലിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ കൺവേർഷൻസും നമ്മൾ ഈ 4 ക്വസ്റ്റ്യനകത്തോടെ കണ്ടു കഴിഞ്ഞു. സർ അഡീഷൻ ഓപ്പറേഷൻ ആണ്. 2 ബൈനറി ഡിജിറ്റിൻ്റെ അഡീഷൻ ഓപ്പറേഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് 2 ബൈനറി ആഡ് ചെയ്യുന്നത്? 1 0 0 1 0 1 1 ദെൻ 1 0 1 1 1. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ പിന്നെ തിരിച്ച് ബൈനറിയിലേക്ക് മാറ്റാം. പക്ഷേ നിങ്ങൾക്ക് ബൈനറിയിൽ തന്നെയാണ് ആൻസർ വേണ്ടെങ്കിൽ ജസ്റ്റ് ബൈനറിയിലേക്ക് ആഡ് ചെയ്താൽ മതി. എങ്ങനെയാണ്? 0 + 0 = 0 ആണ്. 0 + 1 = 1 ആണ്. 1 + 0 = 1 and 1 + 1 = 0 and there is a carry 1. സോ നമ്മൾ ആഡ് ചെയ്യാം. 1 + 1 0 ആണ്, ക്യാരി ഉണ്ട്, അത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുക. എഗെയിൻ 1 + 1 + 0. അപ്പോൾ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. എഗെയിൻ ദർ ഇസ് എ ക്യാരി. 1 + 0 is 1 ആണ്. ദെൻ 1 + 1 0 ആകും. എഗെയിൻ ക്യാരി ഇസ് ദെയർ. ദെൻ 1 + 1 എന്ന് പറയുന്നത് 0 ആണ്, ഒരു ക്യാരി ഓൾറെഡി വരും. 0 + 1 എന്ന് പറയുന്നത് ആൻസർ 1 ആണ്, ക്യാരി ഉണ്ട്. ദെൻ 1 + 1 0 ആണ്, ക്യാരി വരും. ആ ക്യാരി 1 കൂടെ ആഡ് ചെയ്യുന്നു. 1 + 0 is 1. ഫൈനലി 1 അങ്ങനെ തന്നെ എഴുതുന്നു, 1. സോ നമുക്ക് ആൻസർ കിട്ടും 1 1 0 1 0. സോറി, ഇവിടെ എന്താണ്? 1 1 0 ക്യാരി 1 1 0. യെസ്, 0 കറക്റ്റാണ്. യെസ്. സോ ആൻസർ ഈസ് 1 1 0 1 0 0 0 എന്ന് കിട്ടും. സോ ബൈനറി അഡീഷൻ നോക്കുക. 0 + 0 is 0. 0 + 1 = 1. 1 + 0 = 1. 1 + 1 = 0 and there is a carry 1. Then perform the addition operation. ഒക്ടലിൻ്റെ അഡീഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4 5 5 6 ദെൻ 1 2 4 5. അതായത് ഇതിനെ ഒന്ന് നിങ്ങൾ ബൈനറിയിലേക്ക് മാറ്റി പിന്നെ ആഡ് ചെയ്ത് പിന്നെ തിരിച്ച് ഒക്ടലിലേക്ക് കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എങ്ങനെയാണ് അഡീഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, 2 ഒക്ടേഴ്സ് ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒക്ടലിൻ്റെ ബേസ് 8 ആണെന്ന് നിങ്ങൾ ആലോചിക്കുക. 8നേക്കാട്ടിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, 6 + 5 ചെയ്താൽ 11 ആണ്. നമുക്ക് ഒക്ടലിൻ്റെ ബേസ് 8 ആണ്. ഇവിടെ 8നേക്കാട്ടി വലിയൊരു നമ്പറാണ് വന്നിരിക്കുന്നത് അല്ലേ. 8ഓ 8നേക്കാട്ടി വലിയൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ആ ആൻസറിൽ നിന്ന് 8 മൈനസ് ചെയ്യുക. സോ നമുക്ക് കിട്ടുന്നത് 3 ഇവിടെ തന്നെ എഴുതുക. പിന്നെ മൈനസ് ചെയ്ത് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ഇവിടെ ചെയ്തത് കൊണ്ട് തന്നെ അത് ക്യാരി ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുക. എഗെയിൻ ഇത് 3 കൂടെ ആഡ് ചെയ്യുക. 1 + 5 + 4 എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. 10. എഗെയിൻ 10 എന്ന് പറയുന്ന 8ഓ അതിനെക്കാട്ടിൽ കൂടുതലോ ആയതുകൊണ്ട് 10 - 8 ചെയ്യുക. ആൻസർ 2 ആണ്. നമ്മൾ ഈ 10 എടുത്ത് നമ്മളിത് 8 എടുത്ത് മൈനസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലെഫ്റ്റിലേക്ക് ക്യാരി കൊടുക്കുക. ദെൻ 1 + 5 + 2 ചെയ്യുക. 8 ആണ് വന്നിരിക്കുന്നത്. 8ഓ അതിൽ കൂടുതലോ വന്നാൽ ഇതേ പ്രോസസ്സ് ചെയ്യണം. സോ 8 - 8 ചെയ്യുക. ആൻസർ 0 ആണ്. ഈ സബ്ട്രാക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 1 ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക.
ദെൻ ഇത് 3 കൂടെ ആഡ് ചെയ്യുക. 1 + 4 + 1 = 6. 6 എന്ന് പറഞ്ഞാൽ 8-നേക്കാട്ടി ചെറുതാണ്, അതുകൊണ്ട് ആ കിട്ടുന്ന ആൻസർ അങ്ങനെ തന്നെ എഴുതാം. സോ നമ്മൾ ഈ 2 ഒക്ടലും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6023. അതായത് ഒക്ടലിൽ എഴുതി അങ്ങനെ തന്നെ ആഡ് ചെയ്താൽ മതി. ബൈനറിലേക്ക് മാറ്റി പിന്നെ ആഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സമയം നമുക്ക് ലാഭിക്കാം. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, പെർഫോം ദ അഡീഷൻ ഓപ്പറേഷൻ. ഹെക്സാഡെസിമൽ അഡീഷൻ ആണ്. BCD A34 ഹെക്സാഡെസിമൽ അഡീഷൻ എങ്ങനെയാണ് ചെയ്തത്? ഇപ്പം നമ്മൾ ഒക്ടൽ ചെയ്തില്ല, അതേപോലെ തന്നെ. D+4 നമുക്കറിയാം. D എന്ന് പറഞ്ഞാൽ എന്താണ്? 13 ആണ്. 13 and 4 നമ്മൾ ആഡ് ചെയ്യാണ്. 13 and 4 ആഡ് ചെയ്യുമ്പോൾ 17 കിട്ടും. ഇവിടെ എന്താണ്? ഹെക്സാഡെസിമൽ ആണ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. 16 അതിനെക്കാട്ടിൽ വലുതോ ആണോ നമുക്ക് കിട്ടുന്ന ആൻസർ എങ്കിൽ എന്ത് ചെയ്യണം? അതേ -16 ചെയ്യണം. ഒക്ടലിൽ ഇപ്പോൾ ചെയ്തപ്പോൾ തന്നെ കിട്ടുന്ന ആൻസർ 1 ആണ്. ആ 1 ഇവിടെ എഴുതുക. സബ്ട്രാക്ഷൻ പ്രോസസ്സ് ചെയ്തത് കൊണ്ട് തന്നെ ക്യാരി ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുക. എഗെയിൻ C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 12 ആണ്. സോ 1ഉം 12ഉം 3യും കൂടെ ആഡ് ചെയ്യുക. 12, 1 and 3 ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരിക? 16 എന്ന് വരും. 16. സോ 16ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ സബ്ട്രാക്ഷൻ പ്രോസസ്സ് ചെയ്യണം. 16 - 16 ചെയ്യുക. ആൻസർ 0 ആണ്. 0 ചെയ്യുക. ഇവിടെ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ക്യാരി ഒന്ന് കൊടുക്കുക. ദെൻ B എന്ന് പറയുന്നത് 11 ആണ്. A എന്ന് പറയുന്നത് 10 ആണ്. സോ നമ്മൾ Bയും Aയും പിന്നെ ക്യാരി ഒന്നും കൂടി ആഡ് ചെയ്യണം. സോ നമുക്ക് ആൻസർ കിട്ടും 22. ഇതും 16-നേക്കാട്ടി വലുതായതുകൊണ്ട് തന്നെ 22-ൽ നിന്ന് 16 മൈനസ് ചെയ്യുക. സോ ആൻസർ 6 കിട്ടും. ആ 6 എഴുതുക. ക്യാരി ഒന്നുണ്ടല്ലോ, അത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുക. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ താഴേക്ക് എഴുതുക. സോ ആൻസർ 1601 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഹെക്സാഡെസിമൽ അഡീഷൻ ആണ്. ഹെക്സാഡെസിമലിൽ തന്നെ എഴുതി ആഡ് ചെയ്യുക. 16ഓ അതിൽ കൂടുതലോ ആണ് വരുന്നതെങ്കിൽ ആ നമ്പർ 16ൽ നിന്ന് മൈനസ് ചെയ്തിട്ട് എഴുതുക. ഒരു ക്യാരി ലെഫ്റ്റിൽ കൊടുക്കുക. ഒക്ടലും അതുപോലെ തന്നെ 8ഓ അതിൽ കൂടുതലോ ആണ് വരുന്നതെങ്കിൽ അത് 8ൽ നിന്ന് കുറയ്ക്കുക. ക്യാരി ലെഫ്റ്റിലേക്ക് കൊടുക്കുക. പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സോ 8th ക്വസ്റ്റ്യൻ, ഫോം ദ 2's കോംപ്ലിമെന്റ് ഓഫ് ദ ഫോളോയിങ് ബൈനറി നമ്പർ. ഒരു ബൈനറി നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ആദ്യം അതിന്റെ 1's കോംപ്ലിമെന്റ് എടുക്കണം. 1's കോംപ്ലിമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിജിറ്റ്സ് എല്ലാം ചേഞ്ച് ചെയ്യുക. 0 1 ആക്കുക, 1 0 ആക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് അതിന്റെ 1's കോംപ്ലിമെന്റ് എടുക്കുക. 1 എല്ലാം 0 ആക്കുക, 0 എല്ലാം 1 ആക്കുക. യെസ്. ദെൻ 2's കോംപ്ലിമെന്റ് ആയിട്ടൊക്കെയായിട്ട് എന്ത് ചെയ്താൽ മതി? 1's കോംപ്ലിമെന്റിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. ആക്ച്വലി ഇതിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രോസസ്സ്. സൈൻ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. സോ 1's കോംപ്ലിമെന്റ് എടുക്കുക. ദെൻ ആഡ് വിത്ത് 1. സോ 1 + 1 = 0, ക്യാരി 1. ദെൻ അഗെയിൻ ആ 1 അങ്ങനെ തന്നെ എഴുതുക. 0 0 1. ഇവിടെ പിന്നെ ഒന്നും ആഡ് ചെയ്യാനില്ല, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. 0 0 0. സോ നമുക്ക് തന്നിട്ടുള്ള ബൈനറി നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. 0 0 0 1 0 0 0 1 0 0 1. ഓക്കെ, സോ 1's കോംപ്ലിമെന്റ് എടുക്കുക +1. ദ ബേസ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്താണ്? ഇപ്പം നിങ്ങൾക്കറിയാം, ഇറ്റ്സ് 616. സോ 10th ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ എ ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ആകെപ്പാടെ 2 ഡിജിറ്റ്സ് ആണുള്ളത്, 0യും പിന്നെ ഏതാണുള്ളത്? 1ഉം. സോ ആൻസർ ഈസ് 2. Name the number system which uses alphabets as well as numerals. ബൈനറിയിലും 2 ന്യൂമറൽസ് മാത്രമേ ഉള്ളൂ, 0 and 1. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലാണ് 0 മുതൽ 7 വരെ ഉള്ളൂ. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്പേഴ്സ് മാത്രം തന്നെ ഉള്ളൂ. പിന്നെ ഏതാണ്? ആൽഫബറ്റ്സും ന്യൂമറൽസും യൂസ് ചെയ്യുന്നത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ് അല്ലേ. അതിൽ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും പിന്നെ 10 മുതൽ 15 വരെ നമ്മൾ ലെറ്റേഴ്സ് ആയ A മുതൽ F വരെ F ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ നമ്പേഴ്സും ലെറ്റേഴ്സും യൂസ് ചെയ്യുന്നത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. So 12th question, the number of digits required to represent a decimal number 31 equivalent binary form are. അപ്പോൾ 31 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് വേണം ബൈനറിയിലേക്ക് മാറ്റാൻ? അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇതിൻ്റെ എന്താണ് നമ്മൾ ഈ പൊസിഷൻ വാല്യൂ എഴുതിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, ഡിജിറ്റ്സ് കൺവേർഷൻ ചെയ്യാതെ തന്നെ. 2 4 8 16 32 എന്നാണ്. എന്തായാലും 32 മുതലുള്ളതിനാണ് നമുക്ക് എന്ത് വേണ്ടത്? 6 ഡിജിറ്റ് വേണ്ടത്. അതിനെക്കാട്ടി താഴെയുള്ള നമ്പറാണ് 31 എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ 5 ഡിജിറ്റ്സ് കൊണ്ട് തന്നെ 31നെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. 32 വേണമെന്നുണ്ടെങ്കിൽ 6 ഡിജിറ്റ്സ് വേണം. 1 0 0 0 0 എന്ന് പറയുന്നതാണ് 32. സോ 32നെക്കാട്ടി ചെറിയ നമ്പേഴ്സ് വരെ നമുക്ക് ഏതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? 5 ഡിജിറ്റ്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി 31നെ നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നുകൂടെ കൺഫേം ആകും. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 15 ആണ്, ഒരു ക്യാരി വരുന്നുണ്ട് 1. ദെൻ എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 7 ക്യാരി 1. എഗെയിൻ ഡിവൈഡഡ് ബൈ 2 3 ആയത് ആൻസർ ക്യാരി 1. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആൻസറും 1 ആണ്, ക്യാരി 1 ആണ്. സോ 1 1 1 1 1 5 വൺസ്. ഇതാണ് 31ന്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് എത്ര ഡിജിറ്റ്സ് ആണ് വേണ്ടത്? 5 ഡിജിറ്റ്സ്. അപ്പോൾ കൺവേർട്ട് ചെയ്യാതെ തന്നെ അതിൻ്റെ പൊസിഷൻ വാല്യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഊഹിക്കാനായിട്ട് പറ്റും ആ നമ്പറിനെ എത്ര ഡിജിറ്റ്സും കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോ 13 ക്വസ്റ്റ്യൻ ആസ്കി കോഡ്. ആസ്കി കോഡ് എന്ന് പറയുന്നത് ബേസിക്കലി 7 ബിറ്റ് കോഡാണ്. ഓക്കെ, അതിനെ നമുക്ക് 128 ക്യാര വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് നമ്മുടെ ABCD അപ്പർ കേസ് ലെറ്റേഴ്സും ലോവർ കേസ് ലെറ്റേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ 0 മുതൽ 9 വരെയുള്ള ന്യൂമറൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ കോമ, ഹാഷ് അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഏകദേശം 33ഓളം എണ്ണമുണ്ട്. അപ്പോൾ അതെല്ലാം ഉള്ള 7 ബിറ്റ് കോഡാണ് ആസ്കി കോഡ് എന്ന് പറയുന്നത്. The ones complement of a binary number is obtained by changing. എങ്ങനെയാണ് വൺസ് കോംപ്ലിമെന്റ് ഉണ്ടാകുന്നത്? ഓരോ 1ഉം 0 ആക്കണം, അതുപോലെ തന്നെ ഓരോ 0യും 1 ആക്കുമ്പോഴാണ് വൺസ് കോംപ്ലിമെന്റ് കിട്ടുക. അല്ലേ, 1 എല്ലാം 0 ആക്കുക, 0 എല്ലാം 1 ആക്കിയാൽ ബൈനറി നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് ആയി. Then 1 nibble contain the number of bits is equal to, ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 bits ആണ്. അല്ലേ, 4 ബിറ്റ് ആണ്. 8 ബിറ്റ് എന്ന് പറയുന്നത് ഒരു ബൈറ്റ് ആണ്. അല്ലേ, ബൈറ്റ് ആണ്. 16 ബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വേർഡായി. അപ്പോൾ 4 ബിറ്റ് എന്ന് പറയുന്നതാണ് ഒരു നിബിൾ. 16th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബൈനറി നമ്പർ? താഴെ തന്നിരിക്കുന്ന ബൈനറി നമ്പർ അല്ലാത്തത് ഏതാണെന്നാണ്. സോ 11 ഒരു ബൈനറി നമ്പർ ആണ്, 101 ഒരു ബൈനറി നമ്പർ ആണ്. 11E ഇത് ബൈനറി നമ്പർ ആണ്. ബൈനറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യും 1ഉം മാത്രം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. സോ E എന്നുള്ള ലെറ്റർ ഒന്നും ഇവിടെ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. ബാക്കിയെല്ലാം ബൈനറി നമ്പേഴ്സ് ആണ്. So 17th question, if 73 അതിൻ്റെ ബേസ് is in base x number system is equal to 115 in base y number system, so the possible values of x and y. So 73യും 115ഉം ഈക്വൽ ആണ്. പക്ഷേ 73 x എന്ന് പറഞ്ഞൊരു നമ്പർ സിസ്റ്റം ആണ് അതിൻ്റെ ബേസ്. 115ന്റെ ബേസ് വൈയും ആണെന്നുണ്ടെങ്കിൽ അതിൽ എക്സിനും വൈക്കും വരാൻ ചാൻസ് ഉള്ള പോസിബിൾ വാല്യൂസ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. സോ 73 എന്ന് പറയുന്നത് എക്സ് is equal to 115 in y number system is equal. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ നമുക്കൊരു ബൈനറി നമ്പർ തന്നിരിക്കുകയാണ്, ഇപ്പോൾ 1101. നമ്മളതിനെ എങ്ങനെയാണ്, അതായത് ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ ബേസ് 2 ആണ്. നമ്മൾ കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? 1 × 2⁻² ചെയ്യും, 0 × 2⁻1 ചെയ്യും, അടുത്ത 1 × 2 സ്ക്വയർ ചെയ്യും, 2 ക്യൂബ് ചെയ്യും. അല്ലേ, അത് ബേസ് 2 ആയതുകൊണ്ടാണ്. ഇനി ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ 8⁻0 8⁻1 അങ്ങനെയല്ലേ മൾട്ടിപ്ലൈ ചെയ്യുക. ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16. അപ്പോൾ ഇവിടെ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ വാല്യൂ ആയിട്ട് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 × 7 എന്താണ് ചെയ്യേണ്ടത്? 3 × x⁻0 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അല്ലേ, 7 × x⁻1 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇതോ 115 y നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് 5 × y⁻0യും 1 × y⁻1ഉം അടുത്ത 1 × y² അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 73യെ നമ്മൾ കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7 × x⁻1 പ്ലസ് 3 × x² ഈക്വൽ ടു ഇവിടെ 1 × y² പ്ലസ് 1 × y⁻1 പ്ലസ് 5 × y⁻0. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇവിടെ 7x പ്ലസ് x⁻0 എന്ന് പറയുന്ന 1 ആണല്ലോ. ഏത് നമ്പർ ⁻0 is equal to 1 ആണ്. സോ 3 × x⁻0 മീൻസ് 3. ഇവിടെ y² കിട്ടും, ഇവിടെ y കിട്ടും, ഇവിടെ 5 × y⁻0 is also 5. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷനിനകത്ത് നിന്ന് എക്സിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? എക്സ് 16ഉം y 10ഉമാണ് എന്നുള്ള രീതിയിലാണ്. അതേ ഓർഡർ ആയിരിക്കും. ആദ്യത്തെ നമ്പർ എക്സും രണ്ടാമത്തെ നമ്പർ വൈയും. അപ്പോൾ അത് നമ്മൾ ഓപ്ഷൻ എക്കകത്ത് നോക്കുകയാണ്. ഇപ്പോൾ എക്സിന് നിങ്ങൾ 16 കൊടുക്കുക, വൈക്ക് നിങ്ങൾ 10 കൊടുക്കുക. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. 7 × 16 പ്ലസ് 3 is equal to ഇവിടെ 10² പ്ലസ് 10 പ്ലസ് 5. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. 7 × 16 എന്ന് പറയുമ്പം 112 ആണ്, പ്ലസ് 3 ഇവിടെ 115 എന്ന് കിട്ടും ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ നോക്കാം. 10ന്റെ സ്ക്വയർ 100 ആണ്. ദെൻ 10 പ്ലസ് 5 ഇത് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് തന്നെ കിട്ടാം? 115 എന്ന് കിട്ടും. സോ ഈക്വൽ ആണ്. സോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ബേസ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് അറ്റത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് x⁻⁴, x⁻⁴, x² അങ്ങനെ പൊസിഷൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം നമ്പറിലേക്ക് മാറ്റാനായിട്ട്. ദെൻ നമുക്ക് എന്താണ് ഈ ഓപ്ഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആണെന്നുണ്ടോ നോക്കുക. ഇപ്പോൾ ഓപ്ഷൻ എ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഓപ്ഷൻ ബിയിലെ വാല്യൂസ് ഇട്ട് നോക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സിയിലെ വാല്യൂസ് ഇട്ട് നോക്കുക. അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Then the XS3 code of decimal 7 is represented by. XS3 code എങ്ങനെയാണ് കണ്ടുപിടിക്കുക? XS3 code എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ 3 കൂടുതലാണ്. അപ്പോൾ 2 രീതി നമുക്ക് ചെയ്യാം. എന്താണ്? 7 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. ദെൻ 10നെ ബൈനറിയിലേക്ക് മാറ്റിയാൽ മതി. 10നെ ബൈനറിയിലേക്ക് മാറ്റിയാൽ നമുക്ക് എന്താ കിട്ടുക? 1010 ആണ്. അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 7ൻ്റെ XS3 അല്ലേ വേണ്ടത്. 7 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 111 ആണ്. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്യാണ്. 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 11 ആണ്. ഓക്കെ, സോ 7 + 3 ഡയറക്റ്റഡ് ആഡ് ചെയ്യാം. 1 + 1 = 0. there is a carry 1. then 1 + 1 0 ആണ്. 0 + 1 1 ആണ്. there is a carry 1. then 1 + 1 is 0, carry 1. ആ 1 ഇവിടെ കൊടുക്കുക, ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക. അപ്പോഴേ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ? 1010. നമുക്ക് ഏത് പ്രോസസ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 1010. So 19th question, the number of binary digits in the binary representation of 257. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ 257നെ നിങ്ങൾ ബൈനറിയിലേക്ക് മാറ്റി ഒന്നുകിൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്പേഴ്സ് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇപ്പോൾ 257 ആണ്. 257നെ എത്ര ഡിജിറ്റ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 256 എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊസിഷൻ വാല്യൂസ് എടുത്ത് നോക്കാം. ഇത് ഫസ്റ്റ് 1 2⁻⁴, അതായത് 1 ആണ്. then 2, then 2² 4 ആയി, then 8 ആയി, then 16 ആയി, then 32 ആയി, then 64 ആയി, then 128, അടുത്തത് 256. ഓക്കെ, അപ്പോൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന 257നെയാണ്. 257 വേണമെങ്കിൽ 256 + 1 ചെയ്താൽ പോരെ. അപ്പോൾ 256ന് കറസ്പോണ്ടിങ് പൊസിഷനിലുള്ളത് 1 ആക്കുക, ബാക്കി എല്ലാം 0 ആക്കുക. ദെൻ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും 1 ആക്കാം. സോ ഇതെന്ന് പറയുന്നതാണ് 257ൻ്റെ ബൈനറി കൺവേർഷൻ. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ മറ്റേ ഈ പരിപാടി ഒന്നും ചെയ്ത് കൺവേർഷൻ ചെയ്ത് നോക്കിയാലും മതി, ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എത്ര ഡിജിറ്റ്സ് വേണം നോക്കിയേ? 1 2 3 4 5 6 7 8 9 10. 10 ഡിജിറ്റ്സ് വേണം 257 എന്ന് പറയുന്ന നമ്പറിനെ ബൈനറിയിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. So 20th question, which of the following is not an invalid BCD code? തന്നിരിക്കുന്നതിൽ ഇൻവാലിഡ് BCD കോഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ BCD കോഡ് എന്താണ്? ബൈനറി കോഡഡ് ഡെസിമൽ എന്നാണ് പറയുന്നത്. ബൈനറി കോഡഡ് ഡെസിമൽ. സോ ഇവിടെ നമ്മൾ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിനെയാണ് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിനെ 4 ബിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതുപയോഗിച്ചിട്ടാണ് ബാക്കി നമ്പേഴ്സ് എല്ലാം ഡിനോട്ട് ചെയ്യുന്നത് BCD റെപ്രസെൻറ്റേഷനകത്ത്. അപ്പോൾ 0 മുതൽ 9 വരെ ഉള്ളത് മാത്രം. ഇപ്പോൾ ആദ്യത്തെ നോക്കിയാൽ 1011 എന്ന് പറയുന്നത് 11 ആണ്. 1010 എന്ന് പറയുന്നത് 10 ആണ്. 1001 എന്ന് പറയുന്നത് 9 ആണ്. 1100 എന്ന് പറയുന്നത് 12 ആണ്. അതായത് 0 മുതൽ 9 വരെ ഉള്ളതിനെല്ലാം 4 ഡിജിറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം 1001 എന്ന് പറയുന്നത് BCDയിൽ കറക്റ്റാണ്. അതേസമയം 11 എന്നുള്ളത് BCDയിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? 11 എന്ന് പറഞ്ഞാൽ 9നേക്കാട്ടിൽ കൂടുതലാണ്. അപ്പോൾ 9നേക്കാട്ടിൽ കൂടുതലുള്ള നമ്പേഴ്സിനെ എല്ലാം 2 4 ഡിജിറ്റ് ഗ്രൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് 11നെ നമ്മൾ BCDയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1നെ നമ്മൾ 4 ബിറ്റായിട്ട് എഴുതും, 001. അടുത്ത 1നെ നമ്മൾ 4 ബിറ്റായിട്ട് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ 11നെ BCDയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 10നെ എങ്ങനെയാണ് BCDയിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക? ആദ്യം 1 ഉണ്ടല്ലോ, 1നെ നമ്മൾ 4 ബിറ്റുള്ള ബൈനറി ആക്കി എഴുതുകയാണ്. 4 സെറ്റ് ഉള്ള ഒരു 4 ബിറ്റിൻ്റെ ഫോമിലേക്ക് എഴുതുകയാണ്. 0യെ നമ്മൾ 0000 എന്നാണ്. ഇങ്ങനെയാണ് 10 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 12 എങ്ങനെയാണ് BCDയിൽ റെപ്രസെൻറ്റ് ചെയ്യുക? 1ന് പകരം 0001, 2ന് പകരം 0010. ഇങ്ങനെയാണ് നമ്മൾ 10നെയും 11നെയും 12നെയും BCD റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ 9 വരെ ഉള്ളത് നമ്മൾ നോർമൽ, നമ്മൾ സാധാ 04 ബിറ്റിൽ എഴുതുന്നതാണ്. 04 ബിറ്റിൽ എഴുതുക. അതുപോലെ 1 എന്നുള്ളത് 4 ബിറ്റിൽ എഴുതുക. 2 എന്നുള്ളത് 4 ബിറ്റിൽ എഴുതി കഴിഞ്ഞാൽ BCD കോഡായി. അപ്പോൾ 9 എന്ന് പറയുന്നത് 1001 എന്നുള്ളത് കറക്റ്റാണ്. ബാക്കി 10ഉം 11ഉം 12 BCDയിൽ എഴുതുന്നത് ഈ രീതിയിലാണ്.
സോ ഇവിടെ ബി സി ഡിയിൽ ഇൻവാലിഡ് അല്ലാത്തതായിട്ടുള്ളത് 1001 ആണ്, ബാക്കിയെല്ലാം ബി സി ഡിയിൽ ഇൻവാലിഡ് ആണ്. സോ 21 നമുക്ക് 21.125 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി കോഡാണ് വേണ്ടത്. 21ൻ്റെ ബൈനറി കോഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 10 ആണ്, ക്യാരി 1. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 5 ആണ്, ക്യാരി 0. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 ആണ്, ക്യാരി 1. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ ഈസ് 1 ആൻഡ് ക്യാരി 0. ഇനി നമ്മൾ എന്താണ് ഇത് താഴെ നിന്ന് മുകളിലേക്ക് എഴുതുകയാണ്, 100101 എന്നാണ്. ഇനി നമുക്ക് വേണ്ടത് ഡെസിമൽ പ്ലേസ് ആണ്. ഡെസിമൽ പ്ലേസിനെ എങ്ങനെയാണ് ബൈനറിയിലേക്ക് മാറ്റി ചെയ്യേണ്ടത്? അവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 0.125നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? 0.52.0 എന്ന് കിട്ടും. ഓക്കെ, ഈ 0യെ നമ്മൾ മാറ്റുകയാണ്, പുറത്തേക്ക് മാറ്റുക. എഗെയിൻ മൾട്ടിപ്ലൈഡ് ബൈ 2. സോ 0.05 എന്ന് കിട്ടും. പോയിന്റ് ഇവിടെ 0 പോയിന്റ് ഉണ്ട്. ഇത് പ്രോസസ്സ് എപ്പോഴും വരെ ചെയ്യണം? 1 എന്നുള്ളൊരു ആൻസർ കിട്ടുന്നിടം വരെ ചെയ്യണം. ഇഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? 0.001 അല്ലേ? 0.5 × 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇനി നമ്മൾ എന്താണ് എഴുതേണ്ടത്? മേളിൽ നിന്ന് താഴേക്കാണ് ഇവിടെ ആൻസേഴ്സ് എഴുതേണ്ടത്. ഓക്കെ, മേളിൽ നിന്ന് താഴേക്കാണ് ഇവിടെ ആൻസേഴ്സ് എഴുതേണ്ടത്. സോ എങ്ങനെ എഴുതണം? 0.01. സോ പോയിന്റ് ഇടുക 0.01. സോ 21.125നെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1010. ആദ്യം 21നെ സാധാരണ രീതി കൺവേർട്ട് ചെയ്യുക, താഴെ നിന്ന് മുകളിലേക്കുള്ള ഓർഡറിൽ എഴുതുക. ദെൻ ഡെസിമൽ നമ്പറിനെ മാറ്റാനായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്, ഡിവൈഡ് അല്ല ചെയ്യേണ്ടത്. എന്നിട്ട് ഡെസിമൽ പ്ലേസിന് ലെഫ്റ്റ് സൈഡിലുള്ളത് എഴുതുക, 0.001 ആവുന്നിടം വരെ ആ പ്രോസസ്സ് തുടർന്നിട്ട് അത് ചെയ്യുക. പെർഫെക്റ്റ് 1 എന്നുള്ളൊരു നമ്പർ കിട്ടണം, അതായത് 1.000 കിട്ടുന്നിടം വരെ പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആൻസർ മേളിൽ നിന്ന് താഴേക്ക് എഴുതാം. ഓക്കെ, ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് എഴുതേണ്ടത്. 0.001 എന്ന് കിട്ടും. അപ്പം സോ 22nd ക്വസ്റ്റ്യൻ, ദ 2's കോംപ്ലിമെന്റ് ഓഫ് 1010 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ 1's കോംപ്ലിമെന്റ്, അതായത് 1 എല്ലാം 0 ആക്കുക, 0 എല്ലാം 1 ആക്കുക. 0 1 0 1 0. ദെൻ 1 കൊണ്ട് ആഡ് ചെയ്യുക. സോ 1 1 0 1 0 1 0 എന്ന് കിട്ടും. സോ ഇവിടെ ഓപ്ഷൻ ഏതാണ്? 0 1 0 1 0 1 1. ആൻസർ ഈസ് ഓപ്ഷൻ സി. സോ 23rd ക്വസ്റ്റ്യൻ, ഇൻ ബൈനറി കോഡഡ് ഡെസിമൽ സിസ്റ്റം അഥവാ BCD സിസ്റ്റം ദ ഡെസിമൽ നമ്പർ 81 ഈസ് റെപ്രസെൻറ്റഡ് ആസ്. 81നെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. BCDക്കകത്ത് എങ്ങനെയാണ് 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 0001 എന്നാണ്. 8നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ സാധാ ബൈനറിയിൽ എങ്ങനെയാണോ 8നെ റെപ്രസെൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ 8നെ റെപ്രസെൻറ്റ് ചെയ്യുക. അതെങ്ങനെയാണ്? 1000. സോ 81ൽ 8നെ ഒരു 4 ബിറ്റ് ഉള്ള ബൈനറി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, 1നെയും ഒരു 4 ബിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് BCD കോഡായി. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 1000 ആൻഡ് 0001. 24th question, the decimal equivalent of the binary number 1101. 1101ന്റെ ഡെസിമൽ ഇക്വലന്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വിത്ത് പൊസിഷൻസ് എഴുതുക. ഇത് 1 ആണ്, 2 ഇറ്റ്സ് 4 ആൻഡ് ഇറ്റ്സ് 8. 1ന് കറസ്പോണ്ടിങ് ഉള്ളത് മാത്രം ആഡ് ചെയ്യുക. അതായത് 8 × 1 8 പ്ലസ് 4 × 1 4 പ്ലസ് 2 × 0 is 0. 1 × 1 is 1. So ആഡ് ചെയ്യുക 8 + 4 + 1. So answer is 30. So last question, if 110x is equal to 1324, അതായത് ബേസ് ആദ്യത്തെ ബേസ് എക്സും രണ്ടാമത്തെ ബേസ് 4ഉം ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 110x is equal to 132, അതിൻ്റെ ബേസ് 4 ആണ്. സോ ബേസ് എന്ത് ചെയ്യണം? നമ്മൾ പൊസിഷൻ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ x⁻0, ഇത് x⁻1, ഇത് x² ആണ്. സോ 1 × x² പ്ലസ് 1 × x⁻1 x⁻1 പ്ലസ് 0 × x⁻0 is 0 ഈക്വൽ ടു ഇവിടെ എന്താണ്? ബേസ് 4 ആണ്. സോ 4⁻0 4⁻1 4 സ്ക്വയറും കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 4² is 16. 16 × 1 16 പ്ലസ് 4⁻1 എന്ന് വെച്ചാൽ 4 ആണ്. 4 × 3 is 12 പ്ലസ് 4⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × 2 is 2. സോ ഇക്വേറ്റ് ചെയ്യുക. സോ x² പ്ലസ് എക്സ്, ഇവിടെ 16 + 12 + 2 is 30 ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന് 2 വാല്യൂസ് കിട്ടും, 5 ആൻഡ് -6. സോ -6 നമ്മൾ എടുക്കത്തില്ല, പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. സോ എക്സ് അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, സോ
ഇത്രയും നേരമായിട്ട് നമ്മൾ ബേസിക് നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക് കൺവേർഷൻസ്, ബേസിക് ഇമ്പോർട്ടൻ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായി യൂസ് ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.